ഫ്രണ്ട്സ് മാസ്റ്റർപീസ് വ്ളോഗിന്റെ മറ്റു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹോട്ടലിൽ ഉണ്ടാക്കിയ പഴംപൊരിയും അതുപോലെ തന്നെ പൊക്കവടയും അല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ എന്താ പറയാ പൊറോട്ടയാണ്. സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെ, ഹോട്ടലിൽ എങ്ങനെയാണ് പൊറോട്ട ഉണ്ടാക്കുന്നത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് എമറാൾഡ് ഫുഡ് കോർട്ടിൽ തന്നെയാണ്, നമ്മുടെ സൈഫുവിൻ്റെ കടയിൽ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പൊറോട്ടയും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷെരീഫ് കേട്ടോ നമ്മുടെ ബാക്കിലുള്ളത്. അപ്പോൾ ഒരു സെറ്റ് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ രണ്ടാമത്തത് റെഡിയാക്കുകയാണ്. അതെ, കുറച്ച് ലേറ്റായി പോയി നമ്മൾ വരാനായിട്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ പൊറോട്ട സാധാരണ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന പൊറോട്ട എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് നോക്കാൻ പോവുകയാണ്. നമ്മൾ 2 വീഡിയോ അല്ലേ ഇതിന് മുമ്പ് കഴിഞ്ഞ നോമ്പിനൊക്കെ ഇറക്കിയിരുന്നു. അത് നന്നായിട്ട് വൈറലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പോവാം അല്ലേ. അപ്പോൾ മാസ്റ്റർപീസ് വ്ളോഗ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മുതലാളി ബാക്കിലുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് നമ്മുടെ കൂടെ ഉള്ളത് ഷെരീഫ് കേട്ടോ. അതായത് ഇവിടെ പൊറോട്ട ഒരുപാട് കാലമായി ഇവിടെ നമ്മുടെ ഹോട്ടലിൽ ഒരു വർഷമായി. ഓക്കെ, ഒരു വർഷമായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നത് ഈ ഫീൽഡിലോ 25 വർഷമായി ഗൾഫിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പുറത്തും ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് കാലമായിട്ട് പൊറോട്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കി തന്നെയാണ് ലൈഫ് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇതുപോലത്തെ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ 180 പൊറോട്ട 10 കിലോ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. 10 കിലോ മൈദ ഇട്ട് കൊടുക്കാം. 1 കിലോക്ക് 18 പൊറോട്ട എന്നുള്ള ലെവലിലാട്ടോ പൊറോട്ട അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മൈദ ഇട്ടതിന് ശേഷം ഇതിലേക്ക് കോഴിമുട്ട ഒരു 6 കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. ഏകദേശം ഒരു 50 ഗ്രാം അല്ലേ, ഒരു പിടി പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് കുഴക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളം പച്ചവെള്ളം കേട്ടോ, ചുടുവെള്ളമല്ല, സാധാ നോർമൽ വാട്ടർ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഈ പച്ചവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, എന്താ അത് പറഞ്ഞപ്പോൾ കാക്കന്നെ പറഞ്ഞു കേട്ടോ. പച്ചവെള്ളം പ്രത്യേകം പറഞ്ഞാളാ, ചുടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് പോസ്റ്റർ ഒട്ടിക്കാനേ പറ്റുള്ളൂ, പൊറോട്ട ആവില്ല. അതുകൊണ്ട് പച്ചവെള്ളമാണ് പ്രത്യേകം നോട്ട് ചെയ്യുക. ഒരേ ടൈമിൽ തന്നെ ഫുള്ള് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ നിൽക്കുക, അതായത് പക്കെ ലൂസായി പോകും. അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക, അതിനുശേഷം കുഴക്കുക, പിന്നീട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മൾ 3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിട്ട് ആയത്. അപ്പോൾ ഇനി നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു ടേബിൾ ടോപ്പിലേക്ക് തട്ടി കൊടുക്കുക. നമ്മൾ ഗ്രാനൈറ്റിന് നല്ല വൃത്തിയുള്ള ഒരു ടേബിളാട്ടോ, അതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി കുഴച്ചെടുക്കണം. അപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുക്കാൻ പോവുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നല്ലതുപോലെ കുഴച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കും. നമ്മൾ 10 കിലോ മൈദയൊക്കെ എടുക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പാർട്ടായിട്ട് കുഴക്കുക അല്ലേ. അത് 2 എണ്ണമായിട്ട് കുഴക്കുക, ആ റിസ്ക് കുറയാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുമെങ്കിലേ കറക്റ്റായിട്ട് കുഴക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കുഴച്ചെടുക്കുക. സംഭവം ഈ ഒരു പൊറോട്ടൻ്റെ ഇതിലെന്താ അറിയോ, ഇതിൽ മുതലാളി ഒന്നുമല്ല, മൈദ ഒന്നുമല്ല, ഈ കുഴക്കണ ആളാണ് ഇതിൽ മെയിൻ ഘടകം. അത് ഈ ഒരു റിസ്ക്കാണ് പൊറോട്ടയായി മാറുന്നത്. ഒരു 50 കിലോന്റെ മൈദ നമ്മൾ 900 പൊറോട്ട നമുക്ക് ഏകദേശം 1000 പൊറോട്ട നമ്മൾ സാധാരണ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഇതേപോലെ കുറച്ച് മുമ്പ് ചെയ്ത് വെച്ചാട്ടോ, ആ രീതിയിലേക്കാണ് ഈ ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 പാർട്ടാക്കിയിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം അല്ലേ, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും അധ്വാനിക്കണ അതിലാണ്, അതായത് 10 കിലോ അല്ല 20 കിലോ അവിടെ കുഴച്ച് നിൽക്കുന്ന ആളിങ്ങനെ നിൽക്കുള്ളൂ. അതെ, ഇത് നമ്മൾ കുറച്ച് നേരത്തെ ചെയ്താണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു 10 കിലോ അതിൽ നിന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇതേപോലെ ഒരു 4 പൊറോട്ട, ഏകദേശം ഒരു 3-4 പൊറോട്ടയ്ക്ക് പാകത്തിന് കണക്കാക്കിയിട്ട് ഇതുപോലെ ബോളുകളാക്കി മാറ്റാം. അതായത് നമ്മൾ ഒരു കറക്റ്റ് ഒരു അളവാട്ടോ, ഇത് കാണാനാ. ഇതേപോലെയാണ് ബോൾ ഉണ്ടാക്കുന്നത്. ആ ഒരു ബോൾ ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ കയ്യിൽ കുറച്ച് ബാലൻസ് വരുന്നുണ്ട്, അതിലേക്ക് പിന്നെ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഓരോരോ ബോളായിട്ട് ഇപ്പം തന്നെ 1 2 3 4 5 6 ബോളായിട്ട് 7 ബോളായി. നമുക്ക് നോക്കിക്കാൻ നല്ല രസമുണ്ട് കാണാൻ.
എങ്ങനെയുണ്ട് മുതലാളി? ഓ ഉഷാറല്ല, മൂപ്പര് ഇത് 10-15 കൊല്ലത്തെ എക്സ്പീരിയൻസ്. നമ്മളാക്കിയ ഒരു 3 കായ് ഉണ്ടാവും അല്ലേ? അതും പല വലുപ്പത്തിലേക്കാണ് 3, ഒന്ന് വലിയ ബോള്, ഒന്ന് ചെറിയ ബോള്, 5-ന്റെ 6-ന്റെ ബോള് വരില്ല, അതേപോലെ പല സൈസിലായിരിക്കും. അപ്പോൾ ഏകദേശം ഫുള്ളായിട്ട് ഏകദേശം നോക്കുകയാണെങ്കിൽ ഒക്കെ ഒരേ സൈസായിരിക്കും. അപ്പം നമ്മൾ ഇതേപോലെ ഒരു ബോൾ, അതായത് 2 പാർട്ടായിട്ടാണല്ലോ ഉണ്ടാക്കിയത്, അത് ഫുള്ളായിട്ട് ഇതേപോലെ ബോളുകളാക്കി. എത്ര ഉണ്ട് ഇപ്പോൾ? 32 ബോൾ ഉണ്ടാക്കി. ഏകദേശം എത്ര പൊറോട്ട ഇട്ട് പറഞ്ഞാൽ 32 ബോൾ, ഏകദേശം 4-3 ആ ലെവലിലായിരിക്കും. നമ്മളിത് ആ വീശുന്ന ടൈമിൽ അറിയാലേ, ഒരു 100 പൊറോട്ട 3 കിട്ടും ഈ ഒരൊറ്റ. ഒരു ഏകദേശം ഒരു 200-ന്റെ അടുത്ത് 150 പൊറോട്ടയാണ് നമ്മൾ നേരത്തെ കണക്ക് പറഞ്ഞത്. ആ ഒരു ലെവലിൽ കിട്ടും. അതിൻ്റെ പകുതി നമ്മളാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബോളാക്കി വെച്ചു. ഇനി നമ്മൾ നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ബോളിലേക്ക് ആക്കി കൊടുക്കുക. നമ്മൾ ഇതേപോലെ എല്ലാ ബോളിലും ഇതേപോലെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ആദ്യം ഇതിൻ്റെ മുകളിൽ എല്ലാത്തിലും ഒന്ന് പുരട്ടി കൊടുത്തു. അതിന് ശേഷം ഓരോന്ന് എടുത്തിട്ട് ഫുള്ളായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അത് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ റെസ്റ്റാണ്. 10 മിനിറ്റ് റെസ്റ്റ്. ഇതുപോലെ കവർ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് വെക്കുക. അതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചതിൽ പകുതിയായിട്ട് ഇതേപോലെ ബോളാക്കി വെച്ചത്. അപ്പോൾ ആ ഒരു ടൈം ഇനി അതിൻ്റെ ശേഷം ചെയ്യാനുള്ളത് ബാക്കി പകുതി ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ബോളുകളാക്കുക. അതിന് ശേഷം നമ്മുടെ ആ നെയ്യ് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മുടെ പൊറോട്ടയുടെ ഉണ്ട ബോൾ എന്നൊക്കെ പറയും. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എന്താ ചെയ്യാൻ പോണ്? നമ്മൾ വീശാൻ പോവാണ്. അവന് പൊറോട്ടയുടെ സംഭവം വീശൽ, അതാണ് പൊറോട്ടൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ വീശൽ റെഡി ആയിട്ടില്ലെങ്കിൽ പൊറോട്ട റെഡി ആവില്ല, കട്ടിങ് കനൊക്കെ കൂടും. അതിലാണ് അതിൻ്റെ എക്സ്പേർട്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഷെരീഫിക്ക അത് ചെയ്യാൻ പോവുകയാണ്. നല്ല ക്ലീൻ ആക്കിയ ഗ്രാനൈറ്റിന് മുകളിൽ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പരത്തി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പരത്തി എടുത്തു. അതിന് ശേഷം വീശുന്നു. ഓക്കെ ഗൈസ്, ഈ വീശലിലാണ് നമ്മളൊക്കെ പണി പാളിൽ കേട്ടോ. അപ്പോൾ ഇതേപോലെ വീശി എടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് ഓയിലും അതുപോലെ തന്നെ മൈദപ്പൊടി അല്ലേ, കുറച്ച് മൈദപ്പൊടിയും ഓയിലും അതിലേക്ക് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ചുറ്റിയെടുക്കുകയാണ്. ഈ രൂപത്തിൽ തലകെട്ട് ചുറ്റും പോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതും അതേപോലെ തന്നെ ചെയ്ത് തീർക്കുന്നുണ്ട്. ഒരു ഉണ്ടയിൽ നിന്നും 4 പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 4 കീറുകളായിട്ടാണ് കീറിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചുറ്റിയെടുക്കുന്നു. അപ്പോൾ അടുത്തും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു വീശലും അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക റോളിങ്ങുമാണ് ആ പൊറോട്ടൻ്റെ ആ ഒരു സ്റ്റൈൽ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതേപോലെ അപ്പോൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. മൈദപ്പൊടിയാണ്. ഇതിൽ 3 പൊറോട്ട ഉള്ളൂ, ചെറുതായിട്ടാ. ചെറിയ ബോളാണ്. അതിപ്പോൾ ചെറുത് മാറ്റുണ്ടാവും, ചിലത് വലിപ്പമുണ്ടാവും. അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ അതേപോലെ ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മുഴുവനായിട്ട് ഇതേപോലെ ചുറ്റി എടുത്തിരിക്കുകയാണ്. ഇതേപോലെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതൊക്കെ ഇങ്ങനെ ആകാനായിട്ട് വെച്ചാണ്. ഇത് എത്ര സമയം കാത്തിക്കണക്കാ? 10 മിനിറ്റ് കഴിഞ്ഞാൽ ചൂടാനാവും അല്ലേ? പൊറോട്ടക്കല്ല് അവിടെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ചൂടാൻ പോവാണ്. പരത്ത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക, ചുട്ടെടുക്കുക. ഇത്രേ ഉള്ളൂ. അതോടുകൂടി പൊറോട്ട റെഡി അല്ലേ മലയാളി? അപ്പോൾ പരത്തി കൊടുക്കുന്നുണ്ട്. പരത്തിയതിന് ശേഷം പൊറോട്ട എടുത്തിട്ട് കല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പൊറോട്ടയും കൂടുതലൊക്കെ ചുട്ടു. 1000 പൊറോട്ട എന്ന് ശരിപ്പിക്കാർക്ക് ഒരു പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇതേപോലെ പരത്തുന്നു, കല്ലിലേക്ക് എറിയുന്നു, പരത്തുന്നു, കല്ലിലേക്ക് എറിയുന്നു, വീണ്ടും പരത്തുന്നു, വീണ്ടും കല്ലിലേക്ക് എറിയുന്നു. അതുതന്നെയാണ് സംഭവം. പിന്നെ അതെ, ഒരു ദിവസം മാക്സിമം പൊറോട്ടയിൽ മെയിനായിട്ട് എത്ര പൊറോട്ട ചുടുന്നതും അതുപോലെ തന്നെ പൊറോട്ട ആയതിനു ശേഷം എല്ലാം അടിയുണ്ട് കേട്ടോ. ആ ചൂടാറുന്നതിന് മുമ്പുള്ളൊരു അടിയുണ്ട്. അതാണ് പൊറോട്ടൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ലെയറായിട്ട് തന്നെ നിൽക്കുന്നൊരു സംഭവം. അപ്പോൾ ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് പോലും ആയിട്ടില്ല. 1 മിനിറ്റ് ആയപ്പോഴേക്കും മറിച്ചിടാനായി. ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കരിഞ്ഞ് വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും മറിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് ഓയിൽ ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. 8 പൊറോട്ടകളാണ് ഫസ്റ്റ് ലൈനിൽ ചുട്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും മാറ്റാൻ പോവുകയാണ്. അതിനുശേഷം ചൂടോട് കൂടി തന്നെ പൊറോട്ട അടിച്ചിട്ട് എന്താ പറയുക ആ ലെയറുകൾ ഇങ്ങോട്ട് വരുത്തുന്ന സംഭവമാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഇങ്ങോട്ട് തന്നെ മാറ്റാം കേട്ടോ. സംഭവം ചൂടിൽ 8 പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇതാ അടി തുടങ്ങിയിരിക്കുകയാണ്. ഇതാണ് പൊറോട്ട. അടിപൊളി. ഇതാണ് ഗൈസ് പൊറോട്ട കേട്ടോ. അടിപൊളി കിഡിലൻ പൊറോട്ടയാണ് ഇപ്പോൾ റെഡി ആയിരിക്കുന്നത്. ഷെരീഫ് ഖാൻ്റെ അടിപൊളി പൊറോട്ട പൊളി. എനിക്ക് വല്ല തുടങ്ങ പോയിട്ട് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പൊറോട്ട ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ. ആൾക്കാരൊക്കെ ഇങ്ങനെ വരാനായിട്ട് കാത്തിക്കാണ്. വളരെ നന്ദി നമ്മളെ ഒരു വീഡിയോന് സഹകരിച്ചതിന്. പൊളിച്ചടക്കി. ഇനി 992 പൊറോട്ട ഇക്കാക്ക് ചൂടാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ കുറച്ച് സമയം നമ്മളെടുത്ത് നമ്മളെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ എമറാൾഡ് ഫുഡ് കോർട്ട് റെഡി ആയിരിക്കുന്നു. മുതലാളി എന്താ പറയല്ലേ, ഇന്നത്തെ 3ാമത്തെ വീഡിയോയിലേക്കും നിങ്ങൾ സഹകരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഈ എമറാൾഡ് ഫുഡ് കോർട്ട് എന്ന് പറയുന്നത് എവിടെ നിന്നറിയോ? നമ്മുടെ കീഴ്ശ്ശേരി അല്ലെങ്കിൽ പറയാം മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി അരികോടിൻ്റെ ഇടയിൽ കീഴ്ശ്ശേരിയിൽ നിന്ന് പോന്നിട്ട് കടുങ്ങല്ലൂർ ഒരു പാലുണ്ട്. 2 ബ്രിഡ്ജ് ഉണ്ടാവും. ഒരു പഴയ കാലത്തിലൊരു ബ്രിഡ്ജ് അല്ലേ, ബ്രിട്ടീഷ് കാലം. അത് എത്ര ഇയറിലുണ്ടാക്കി? 1939. അത്രയും കറക്റ്റായിട്ട് അറിയട്ടോ. ചരിത്രം പഠിച്ചിട്ടല്ല, ഇവിടെ നല്ല പാലം തന്നെയാണ്. അപ്പോൾ സൈഫുക്കാണ് നമ്മളോട് സഹകരിച്ചത്. സൈഫുക്ക വളരെ നന്ദിയുണ്ട് നമ്മളെ ഈ ഒരു വീഡിയോക്ക് സഹകരിച്ചതിന്. 3 വീഡിയോകൾ നമ്മൾ എമറാൾഡ് ഈ ഒരു ഫുഡ് കോർട്ടിൽ നിന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മളെ ഇതിന് മുമ്പത്തെ വീഡിയോ പഴംപൊരി അതുപോലെ തന്നെ പൊക്കവട, ഈ ഒരു 3 വീഡിയോ നിങ്ങൾ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതിന് കാണട്ടോ. അപ്പം വളരെ നന്ദി. ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം പറയുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ പീസ് വ്ലോഗ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ചെയ്യുക. അതുപോലെ അല്ല, ഷെരീഫ് അവിടെ തിരക്കിലായതുകൊണ്ടാണ്, ഈ റംസാൻ സ്പെഷ്യൽ ആയതുകൊണ്ട് കുറച്ച് സ്പീഡ് ആയതുകൊണ്ടാണ് ഔട്ട്ഡോറിൽ നിൽക്കാത്തത്. അപ്പോൾ ഒരുപാട് നന്ദി, കിട്ടിയില്ല എന്നാലും ഓക്കെ. അപ്പോൾ ഇനി കൂടുതലായിട്ട് പറയുന്നത് നമ്മുടെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.